അതെ അതെ ആ ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്ത സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു 100 കോടി. ഇപ്പൊ ഞാൻ കൂടുതലും ചെയ്തേക്കുന്ന സിനിമകളിൽ ചിലതൊക്കെ 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട്. അതിലൊന്ന് പ്രേമലു, പിന്നെ ഈ രേഖാചിത്രം. അതിനകത്തൊന്നും നമ്മുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളു. അതൊക്കെ നല്ല പടങ്ങളല്ലേ, അറിയാമല്ലോ, 100 കോടി ക്ലബിൽ കയറിയ പടങ്ങളാണ്. ഇത് റിവ്യൂ റിവ്യൂ പറയാനെന്ന് വെച്ചാൽ ചില ഡയറക്ടർമാർ വന്നിട്ട് ഞങ്ങളോട് പറയും ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം, റിവ്യൂ പറയണം. അത് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ചില ഡയറക്ടർമാർ വന്നിട്ട്, അതായത് പുതിയ പടങ്ങളിൽ വരുന്നവര് ഇപ്പൊ പറയും ചേട്ടാ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം മീഡിയക്കാരുടെ മുമ്പിൽ, ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിച്ചാണ്. അതായത് ഒരു 5 പടം ആയാലും ആരും തിരിച്ചറിയാത്ത നടന്മാര് കുറെ പേരുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ ഞങ്ങളുടെ അടുത്തൊന്ന് ഇങ്ങാടാ വന്ന് പറയണം, ചേട്ടാ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്ത്, ഞങ്ങളുടെ സിനിമ ഒന്ന് റിവ്യൂ പറ. ഞങ്ങൾക്കൊന്നും ചായ വെള്ളം ഒന്നും മേടിച്ചു തരാറില്ല. ആ ടിക്കറ്റ് എടുത്ത് തരും, ഇല്ലെന്ന് പറയല്ല. ടിക്കറ്റ് തരും, ഒരു ഫ്രീ ടിക്കറ്റ് തരും. അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്നാ പോലെ ഒരു സർവത്ത് കുടിക്കുന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 10 രൂപ ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ട് അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങളിലൂടെ അറിയപ്പെട്ടവരുമുണ്ട്. അത് ഞങ്ങൾ പരിചയപ്പെടുത്തി, ഇന്ന പടത്തിന്റെ ഡയറക്ടറാണ്, ഇന്ന പടത്തിൽ അഭിനയിച്ച ആ കുട്ടിയാണ്. സിനിമ ചിലതൊക്കെ വിജയിച്ചു, ചിലത് എന്ത് റിവ്യൂ പറഞ്ഞ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണേ. ആ പടത്തിന്റെ ഇത് ഡയറക്ടർമാർ വന്നിട്ട് ഞങ്ങൾ നല്ല പടം ഓട്ടാ ഒന്ന് പറയോ, അങ്ങനെ പറയിപ്പിക്കണല്ലേ. അത് വിജയിപ്പിക്കുക അവരല്ലേ പറയിപ്പിക്കണം, അല്ലാണ്ട് നമ്മൾ സ്വയമായിട്ട് പറയണല്ലോ. ശരിക്കും അതിന്റെ പുറകിൽ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം.